ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ഈവനിങ് ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ചോറ് ബാക്കി ഉണ്ടാവില്ലേ, ഇപ്പോൾ അത്താഴത്തിനെല്ലാം ചോറ് കഴിക്കാണ്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതാ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോ. ഈ ഒരു വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്. അപ്പം നിങ്ങൾ ഏത് അരീൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു പൊന്നി അരീൻ്റെ ആ ഒരു ടൈപ്പ് വരുന്ന ചെറിയ അരീൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. 3 കപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മട്ട അരി ഏത് അരി വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് ഒരു വേവ് കുറവുള്ളത് ഉണ്ട്. അപ്പം നിങ്ങൾ നല്ല വെന്ത ചോറാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം അതങ്ങ് അരിച്ചെടുത്താൽ മതി. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൽ ഉപ്പിട്ടതാണ്. നമ്മളതിൽ ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ട് റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റവേൻ്റെ കണക്കിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നൂൽപുട്ടില്ലേ, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതോടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ചാൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ റവേൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾ നല്ല വെന്ത ചോറ് ഒരു പശ പോലെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റവ ചേർക്കണം. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ മുളകും കുറച്ച് പൊട്ടുകടലയും വെളുത്തുള്ളിയും ഉപ്പും കൂടി ഇട്ട് പിന്നെ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഉഴുന്ന് വടേൻ്റെ ആ ഒരു രീതിയിലാണ് ഈ ഒരു വട ഉണ്ടാകാൻ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തൈര് ലൂസാക്കിയിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പുളിപ്പ് അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് ചട്നി ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ആ ഒരു അരിൻ്റെ മാവിലേക്ക് ഇതാ കുറച്ച് ഉള്ളിയില്ലേ, അത് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും ചെറിയൊരു പച്ചമുളക് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണേ. എനിക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ടൈമിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അതിൽ നിന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കൈവെള്ളയിൽ കുറച്ച് വെള്ളം ആക്കാൻ കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ ഉഴുന്ന് വട ഉണ്ടാക്കുന്നില്ല, അപ്പോൾ നമ്മൾ വെള്ളമല്ലേ പിന്നെ കൈവെള്ളയിലാക്കാൻ. ഓയിലല്ല, വെള്ളമാണ് എടുക്കേണ്ടത്. 2 കയ്യിലും വെള്ളം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഉഴുന്ന് വടേൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ വടയാക്കിയിട്ടാണ് ആക്കുന്നത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. അധികം വലുതൊക്കെ ആണെങ്കിൽ ഉള്ളൊന്നും വേകാത്ത അതുപോലെ ഉണ്ടാവും. അപ്പം ചെറിയ ചെറിയ വടയാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതേപോലെ കിട്ടണം കേട്ടോ. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാ ഉഴുന്നോടൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഒന്നിൽ കൂടുതൽ വട ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 5 ചെറിയ വടയോളം ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായാൽ എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. നമ്മളിതിൽ റവയും പിന്നെ ആ ഒരു അരിപ്പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞ വടയായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ചോറൊന്നും ഇനി വേസ്റ്റ് ആക്കണ്ട. ഈ ഒരു അളവിൽ എനിക്ക് ഒരു 23ഓളം വട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ വടയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നല്ല മൊരിഞ്ഞ ഇതാണ് കേട്ടോ. ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ അധികം മൊരിഞ്ഞത് പോലെ ഉണ്ടാവില്ല. നല്ല ചൂടോടെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. ആ ഒരു ചട്നിയും കൂടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.